നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കത്തിലെഴുതിയതുപോലെ തന്നെ സംഭവിച്ചല്ലോ മാഡം. മരിച്ചെന്ന് ഉറപ്പായി. പക്ഷെ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ലല്ലോ. മാഡം അതാ വീട്. വാ. മാഡം ഇവിടുത്തെ ജില്ലാ കളക്ടറാ. നമസ്കാരം മാഡം. നമസ്കാരം. ജാനകിയെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ഇവിടെ വന്നപ്പോഴാ മരണവിവരം അറിഞ്ഞത്. ഇന്ന് 5-ാം ദിവസമായിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞതേയുള്ളൂ. കുടുംബത്തിന്റെ അത്താണിയായിരുന്ന പെങ്കൊച്ച അവൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ആരും വിചാരിച്ചില്ല. നല്ല മനക്കട്ടിയുള്ള കൊച്ചായിരുന്നു. എങ്ങനെയായിരുന്നു മരണം? ആത്മഹത്യയായിരുന്നു. പുഴയിൽ ചാടി. ഈ ജാനകിക്ക് വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? ജാനകിക്ക് ഇവിടെ ആരുമില്ല സാറേ. ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നലുണ്ടായിരുന്നെങ്കിൽ അവളെ കടുങ്കൈ ചെയ്യുമായിരുന്നു. ജാനകിയുടെ അമ്മയാ. അച്ഛൻ നേരത്തെ മരിച്ചു. കൂലിവേല ചെയ്താ ഞാൻ അവളെ പഠിപ്പിച്ച. എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ച വയറ്റിപ്പഴപ്പാകുമല്ലോ എന്ന് കരുതി. നിൽക്കുന്ന കണ്ടില്ലേ, അവൾ കളയതാ. എനിക്ക് വയ്യ. എനിക്കാണ് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. എന്നെ വിട്ടേക്ക്. ഈ നിൽക്കുന്ന കൂടപ്പിറപ്പിനെങ്കിലും അവൾക്കൊന്ന് ഓർക്കാമായിരുന്നില്ലേ? ഇനിയിപ്പോ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ സങ്കടപ്പെടാതിരിക്കും സാറേ? ആയിരിക്കുന്ന പയ്യനെ കണ്ടോ സാർ? അവളെന്ന് പറഞ്ഞ ജീവനായിരുന്നു. കല്യാണം വരെ പറഞ്ഞു വെച്ചതാ. ഞങ്ങളെല്ലാം വിട്ടേക്ക്. ഒരു ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞ് അവനെ കുറിച്ചെങ്കിലും ആലോചിക്കാമായിരുന്നില്ലേ അവൾക്ക്? അപ്പൊ തന്റെ ഇടം കാണിച്ചേക്കുന്നു. ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഒടുവിൽ പുഴയിൽ ചാടി അതോടെ തീരുമല്ലോ. അല്ല അല്ലെ, ജാനകി ആത്മഹത്യ ചെയ്ത് എന്തിനാന്ന് വല്ല വിവരവും കിട്ടിയിട്ടുണ്ടോ? എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സാറേ, അവളുടെ അഹങ്കാരം തന്നെയാണെന്ന് ഞാൻ പറയൂ. ഇവിടത്തെ പട്ടിണിയും പരിവട്ടവും കണ്ടിട്ടാ ഈ മോൻ അവക്കൊരു ജോലി വാങ്ങിക്കൊടുത്തത്. അപ്പൊ മര്യാദയ്ക്ക് ആ ജോലിയും ചെയ്ത് ജീവിച്ചു പോവാനല്ല അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കിയേക്കുന്നത്. ജാനകി പാവമായിരുന്നു. പക്ഷെ അവൾ എന്തിനാ ഈ കടുങ്കൈ ചെയ്തെന്ന് എനിക്കിപ്പോഴും അറിയില്ല മാഡം. എന്താ അയാളുടെ പേര്? ജയറാം. ജയറാം ജാനകിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതാണ് അല്ലേ? അതെ മാഡം. എന്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചതാ. അവൾക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെയാ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ അവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത്. എന്നിട്ടും അവൾ എന്തിനത് ചെയ്തെന്ന് എനിക്കെപ്പോഴും അറിയില്ല. പെൺപിള്ളേരായ അവരവരുടെ കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ പുഴയിൽ ചാടിയോ കെട്ടി തൂങ്ങി അവസാനിക്കേണ്ടി വരും.
ഞാനും ഒരുപാട് സ്ഥലങ്ങളിൽ കൂലിപ്പണിക്ക് പോയിട്ടുള്ളതാ. നമ്മൾ ചെല്ലുന്നിടത്തെ സാഹചര്യങ്ങൾ നോക്കി നമ്മൾ ജീവിക്കണം. ഇത് കൂലിപ്പണിയൊന്നും ആയിരുന്നില്ലല്ലോ, നല്ല അന്തസ്സുള്ള ജോലി തന്നെ ആയിരുന്നു. അപ്പൊ അവൾക്ക് മുതലാളിമാരെ പഠിപ്പിക്കണം, അവരെ നന്നാക്കണം. എന്റെ സാറ്, കാശും അധികാരം ഉള്ളവർക്കെതിരെ അതില്ലാത്തവര് കണ്ണടക്കണം, അല്ലെങ്കിൽ ഇത് തന്നെയാവും ഗതി. അമ്മ സങ്കടം കൊണ്ട് ഓരോന്ന് പറയുന്നതാ. ഈ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയും പോയില്ലേ? ജാനകിക്ക് എവിടെയാ ജോലി ഉണ്ടായിരുന്നത്? പറഞ്ഞില്ലേ സാറേ, നല്ല ഒന്നാം തരം ജോലി ആ ക്രിസ്റ്റി സാറിന്റെ കമ്പനിയില്. ഇങ്ങനൊരു ആത്മഹത്യ നടന്നിട്ട് വലിയ രീതിയിൽ ഒരു വാർത്താ പ്രാധാന്യം കിട്ടിയില്ലല്ലോ മാഡം. ജാനകിയുടെ മരണത്തിന് വേണ്ട പ്രാധാന്യം കിട്ടരുതെന്ന് ആർക്കെങ്കിലും വാശി ഉണ്ടായിരുന്നിരിക്കും. മാഡം, ഇതിലെന്തോ പന്തികേട് തോന്നുന്നുണ്ട്. സുരേന്ദ്രേട്ടാ, വണ്ടി എടുക്കുക. ഹലോ കമ്മീഷണർ സർ, അർജന്റായിട്ടൊന്ന് മീറ്റ് ചെയ്യണമല്ലോ. യെസ്, ഞാൻ ജാനകിയുടെ വീട്ടിൽ പോയിട്ട് വരിക. സൂയിസൈഡ് ചെയ്ത കുട്ടി. ബട്ട് ദാറ്റ്സ് നോട്ട് എ സൂയിസൈഡ്, ദാറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് മർഡർ. യെസ്, റീ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവണം. എപ്പോൾ കാണാൻ പറ്റും സാറിന്? ഫൈൻ, വിത്തിൻ നോ ടൈം നമുക്ക് കാണാം.